ഇന്ന് മുതിരത്തോരനാണ് കേട്ടോ. മുതിരുപ്പേരി എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ മുതിര ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത മുതിരയാണ് കേട്ടോ. മുതിരയുടെ കുറേ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ ചേർക്കാം കേട്ടോ. അത് നോക്കിയാൽ വേറെ തരം മുതിരപ്പേരിയുടെയും കാണാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് മുതിര വേവിച്ച് വെച്ചു. പിന്നെ നമ്മളത് കാച്ചാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ചതച്ചത് ചേർത്തു. മുതിര അധികം കുഴഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോൾ നമ്മളതിലേക്ക് മുളക് ചേർക്കുക. കുത്തിപ്പൊടിച്ച മുളക്, അത് എരിവിനനുസരിച്ചിട്ടാണ്. മുതിരയുടെ അളവും അത് നമുക്ക് ആവശ്യത്തിനുള്ള എരിവും ഒക്കെ നോക്കിയിട്ട് മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില സാധാരണ പോലെ തന്നെ കറിവേപ്പില ഇടുക. പിന്നെ ഈ ഉള്ളിയിലേക്കുള്ള കുറച്ച് ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇതുപോലെ കിട്ടണം മുതിര. അധികം വെന്ത് കുഴഞ്ഞു പോകാനൊന്നും പാടില്ല, വെള്ളവും പാടില്ല. പിന്നെ നമ്മൾ കശ്മീരി മുളകാണ് കുറച്ച് ചേർത്തത് കേട്ടോ. അപ്പോൾ അത് മുളക് പൊടി ആവശ്യമില്ലെങ്കിൽ അത് ചേർക്കണ്ട. കുറച്ച് എരിവുള്ളവർക്ക് അത് ചേർക്കണ്ട. പിന്നെ ഒരു 2 പിടി നിറച്ച് നാളികേരം ചേർത്തിട്ട്, അത് അധികം മൂക്കാത്ത നാളികേരം ഉണ്ടാവില്ലേ, കുറേ മൂത്ത് മുരടിച്ച ഒരു തന്നെയുള്ള നാളികേരം അത്ര സ്വാദം ഉണ്ടാവില്ല. അങ്ങനത്തെ നാളികേരം ചേർത്ത് പിന്നെ മുതിര വേവിച്ചത് ഇട്ട് കൊടുത്തു. അപ്പോൾ മുതിരപ്പേരിയുടെ വേറെ വീഡിയോ ഉണ്ട്, കാണാത്തവരതൊന്ന് കണ്ടു നോക്കിക്കോട്ടെ. അപ്പോൾ മുതിരപ്പേരി റെഡിയായി. ബൈ.